നമസ്കാരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ, ആ വീണ വിജയനെ പ്രതി ചേർക്കാൻ അനുമതി നൽകിയതിന് പിന്നിൽ BJPയുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടലാണെന്ന് സംശയിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോകുന്നു. BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് മാറിയ രാജീവ് ചന്ദ്രശേഖർ കേരളം പിടിച്ചെടുക്കുവാനായിട്ട് വ്യക്തമായിട്ടുള്ളൊരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമാണ് ഈ അതിവേഗ നടപടി എന്നാണ് CPMൻ്റെ ഒരു വിലയിരുത്തൽ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതായത് SFIO നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും ഡൽഹിയിലെ കേരള ഹൗസിൽ വിരുന്നൊരുക്കിയിരുന്ന പിണറായി വിജയൻ ആരും മറന്നിട്ടില്ലല്ലോ. ഈ അനൗദ്യോഗിക ചർച്ചകൾ എന്തിനാണ് എന്ന് ഇന്നും പുറത്തു വരാത്ത ഒരു രഹസ്യമാണ് എന്നുള്ളതാണ്. ധനമന്ത്രാലയത്തെ സ്വാധീനിക്കുവാനുള്ള നീക്കമായിട്ട് ഇതിനെ പലരും വ്യാഖ്യാനിച്ചു, വിലയിരുത്തി. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എല്ലാം മാറ്റിമറിച്ചു എന്നുള്ളതാണ് പുതിയ ചർച്ചകൾ. പാർട്ടി അധ്യക്ഷനായ ശേഷം ഡൽഹിയിലെത്തിയ രാജീവ് ചില തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതും വീണ കേസിൽ പ്രതിഫലിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനികളടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ നടത്തുന്നത്. സേവനമൊന്നും നൽകാതെ 2.70 കോടി രൂപ കൈപ്പറ്റിയെന്നുള്ള വീണയ്ക്കെതിരെയുള്ള കണ്ടെത്തൽ, ഇത് സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് തന്നെ ഉറപ്പാക്കിയിരിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിച്ചതോടെ മാസപ്പടി കേസ് എന്ന് പറയപ്പെടുന്ന വീണ്ടും ഇടത് സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ തലവേദനയായി മാറി എന്നുള്ളതാണ്. പ്രതിപക്ഷം ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. അത് എത്ര ദിവസത്തേക്കായിരിക്കും എന്നുള്ളത് അറിയില്ല കേട്ടോ. SFIO റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഒരു വിധത്തിൽ പ്രതിരോധിച്ചു നിന്ന പാർട്ടിയെയും ഒപ്പം തന്നെ സർക്കാരിനെയും കുരുക്കിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഇതാ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മധുരയിലെ പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടുകൂടി മൂന്നാം ഇടതു സർക്കാർ എന്ന പ്രചാരണ മുദ്രാവാക്യം ഉയർത്തി തെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങാനൊരുങ്ങിയ LDF എന്ന് പറയപ്പെടുന്ന മുന്നണിക്ക് മാസപ്പടി കേസ് വലിയ തിരിച്ചടിയാകുകയാണ് എന്നുള്ളതാണ്. വീണയെ കൂടാതെ CMRLൻ്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്ത, CMRLൻ്റെ CGM ഫിനാൻസ് നോക്കുന്ന P സുരേഷ് കുമാർ എന്നിവർ അടക്കമുള്ളവർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. CMRL എക്സാലോജിക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. CMRLുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റ് ക്രമക്കേടുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആകെ 182 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായിട്ടാണ് കണ്ടെത്തൽ. രാഷ്ട്രീയ നേതാക്കളും പണം കൈപ്പറ്റി എന്നതിന് കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് BJP ചർച്ചയാക്കുകയാണ്. കേരളത്തിലെ നമ്പർ 1 ശത്രു CPM ആണ് എന്നുള്ള നിലപാടിലാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം അഴിമതിയുടെ സംശയമിനെയുള്ള CMRL കേസിൽ SFIO അതിവേഗ നീക്കം നടത്തി എന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടൽ അതുമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടുകൂടി മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് വലിയ ആകാംക്ഷയായിരിക്കുന്നത്. വീണ അടക്കമുള്ളവർക്ക് ഉടൻ SFIOയുടെ സമൻസ് ലഭിക്കാൻ പോകുന്നു. അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വേണ്ടി വീണ അടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കുവാനും അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസപ്പടി അടിവരയിട്ടാണ് പ്രോസിക്യൂഷൻ്റെ അനുമതി എന്ന് പറയപ്പെടുന്നത്. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവും ROCയുടെ കണ്ടെത്തലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ SFIOയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കമ്പനികാര്യ ചട്ടങ്ങളുടെ ഗുരുതര ലംഘനം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ SFIOയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ വളരെ കരുതലോടെയായിരുന്നു ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം നടന്നത് എന്നുള്ളതാണ്. അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതിക്കായിട്ട് ഇവർ കാത്തിരിക്കുകയായിരുന്നു. തുടർ നടപടികൾക്ക് തടസ്സമില്ല എന്ന ഡൽഹി കോടതിയുടെ തീരുമാനം കൂടി വന്നതോടുകൂടി പ്രോസിക്യൂഷൻ നടപടികൾ SFIO വേഗത്തിലാക്കുന്നു എന്നതാണ്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഒരു ഇടപെടൽ. ആ ഇടപെടലാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം വേഗത്തിലാക്കിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കോടതിയിലെ വിചാരണ നടപടികൾക്ക് കാത്തിരിക്കുമ്പോഴും വേണമെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ SFIO അതിന് മുതിരുമോ എന്നുള്ളതാണ് നിർണായകമാകുന്നത് എന്നുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനമാകും നിർണായകമാകാൻ പോകുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ SFIOയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനം തന്നെ CPM ഏർപ്പെടുത്തുന്നു.
മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും കടുത്ത ജാഗ്രതയിലാവുകയാണ്. CMRL നിന്നും സഹോദര സ്ഥാപനമായിട്ടുള്ള എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും എക്സാലോജിക്കും ഒപ്പം തന്നെ വീണയും അനധികൃതമായിട്ട് 2.70 കോടി രൂപ കൈപ്പറ്റി എന്നുള്ള കണ്ടെത്തൽ. ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യയുടെ ഡയറക്ടർമാർ. 2024 ജനുവരിയിൽ ആരംഭിച്ചിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതും ഒപ്പം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. 6 മുതൽ ചിലപ്പോൾ 10 വർഷം വരെ തടവും ക്രമക്കേട് നടത്തിയ തുകയോ അല്ലെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി തുകയോ വരെ പിഴയോ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇതുമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നത്. BJP നേതാവായിട്ടുള്ള ഷോൺ ജോർജാണ് ഈ കേസിന് പിന്നിലെയും ചാലക ശക്തിയായി നിൽക്കുന്നത്. ഷോണിനെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുവാനുള്ള നീക്കം രാജീവ് ചന്ദ്രശേഖർ എടുത്തിട്ടുണ്ട്. അത് ഉടൻ നടപ്പിലാകാൻ പോകുന്നു. PC ജോർജിൻ്റെ മകനെ കേരളത്തിലെ BJPയുടെ ഭാവി നേതാവായി ഉയർത്തിക്കാട്ടുവാനുള്ള ഒരു നീക്കം ഇതിലൂടെ നടത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കേസിൻ്റെയൊക്കെ സാധ്യതകൾ രാജീവ് ചന്ദ്രശേഖരനെയും ഷോൺ ജോർജ് ബോധ്യപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും ഒക്കെ ഫലമാണ് SFIയുടെ വളരെ അതിവേഗമായിട്ടുള്ള നീക്കം എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയായി നിൽപ്പുണ്ട്. അത് തുടർന്നേക്കാം, ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കാം. ഒരു നിമിഷം വൈകാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാണ് KPCCയുടെ പ്രസിഡന്റ് K. സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞു ആ ചടങ്ങ്. മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ മാത്രമാണ് ഈ വീണ വിജയൻ്റെ കമ്പനിക്ക് ഒരു സേവനവും നൽകാതെ തന്നെ 2.7 കോടി രൂപ ലഭിച്ചത് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിയ കണ്ടെത്തി കഴിഞ്ഞ സാഹചര്യത്തിൽ അഴിമതി നടത്തിയതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം അത് ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ അടക്കമുള്ള ആവശ്യപ്പെട്ടത്. അതും ഒരു ചടങ്ങാണ്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ പോകുന്നു. ഇന്ന് KPCC പ്രസിഡന്റ് അതിനുള്ള നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. അതും ഒരു ചടങ്ങാണ്. അങ്ങനെ മകളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുവാനുള്ള അർഹതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞും കഴിഞ്ഞു. അപ്പോൾ അതും ഒരു ചടങ്ങാണ്. അങ്ങനെ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്തു എന്നും അതിന് ആ ആരോപണം നിലനിൽക്കുമ്പോൾ മാസപ്പടി സംബന്ധിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വാദിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രിയെ ഇത്രനാൾ ന്യായീകരിച്ചവർക്ക് ഇനി എന്ന് പറയാനുണ്ട്. ഇത്രയും ഗുരുതര വിഷയത്തിൽ CPM കേന്ദ്ര നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നുകൂടി VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറയുകയും ആരോപിക്കുകയും ചെയ്തു. നേരത്തെ 1.72 കോടി രൂപയായിരുന്നു എക്സാലോജിക്ക് CMRL കേസിലെ ഇടപാട് തുക എങ്കിൽ SFIO അന്വേഷണ റിപ്പോർട്ടോടുകൂടി ഇനി 2,70,00,000 രൂപയ്ക്ക് വീണ ടീയും CMRLും മറുപടി നൽകണം എന്നുള്ളതാണ്. CMRLിൻ്റെ സഹോദര സ്ഥാപനമാണ് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയപ്പെടുന്ന കമ്പനി. അപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് വായ്പയായിട്ടാണ് പണം വാങ്ങിയത് എന്നായിരുന്നു വീണയുടെ വാദം തന്നെ ഉണ്ടായിരുന്നത്. SFIO അന്വേഷണത്തിൽ അതും പൊളിഞ്ഞു പാളിസായി. നൽകിയ സേവനത്തിനാണ് പണം കൈപ്പറ്റിയത് എന്ന് ആവർത്തിച്ചിരുന്ന വീണയ്ക്ക് SFIയുടെ അന്വേഷണത്തിലും തെളിവൊന്നും ഹാജരാക്കാനായില്ല എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായി. CMRLിനെ കാത്തിരിക്കുന്നത് അതിലും വലിയ കുരുക്കാണ് എന്നുള്ളതാണ്. അതായത് CMRLിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും CFOയും CGMും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൻ്റെ വിചാരണ നേരിടേണ്ടി വരും. കമ്പനി കാര്യചട്ടം 447 പ്രകാരം കോടതിയിൽ ഇത് തെളിയിക്കുവാൻ ആയാൽ 3 ഇരട്ടി പിഴ വരെ ചുമത്തിയേക്കാം. അങ്ങനെ വന്നാൽ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള CMRL കടുത്ത ബാധ്യതയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. 182 കോടി രൂപയാണ് CMRL നിന്നും പുറത്തേക്ക് ഒഴുകിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പണം രാഷ്ട്രീയ നേതാക്കൾക്ക് കൈമാറി എന്നായിരുന്നു ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ മുമ്പുണ്ടായിരുന്നത്. അതിനുശേഷമാണ് SFIയുടെ കണ്ടെത്തൽ വന്നത്. അങ്ങനെ മാസപ്പടി കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ ഒന്ന് തലയൂരാമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഇപ്പോൾ പുതിയ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നതും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നും നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതും മാസപ്പടി കേസിൽ ഇനിയുള്ള നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏത് നിമിഷവും വീണ വിജയനെ അറസ്റ്റ് ചെയ്തേക്കാം. ഇങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഇത് വലിയ ബാധ്യതയും പാർട്ടിക്ക് വലിയ തലവേദനയുമാകും.